ഫ്രോഡ് ആണെന്നൊക്കെ. അത് ഫ്രോഡ് ആണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഫ്രോഡ് അല്ലെന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഉൾപ്പെടെ ഈ ഒരു ഗെയിം കളിക്കുന്ന ഏകദേശം 160 മില്യന് മേലുള്ള ആളുകളാണ്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ചെറിയ റിസർച്ചിൽ കണ്ടത് ശരിക്കും ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ റിയൽ ഓണേഴ്സ് ആരാണെന്നും ഇത് ആരാണ് കണ്ടുപിടിച്ചോന്നും കൊണ്ടുവന്നൊന്നും യാതൊരു ഡീറ്റെയിൽസ് ഇല്ല. കംപ്ലീറ്റ്ലി അനോണിമസ് ആണ്. പേടിക്കേണ്ട, 2009 ബിറ്റ് കോയിൻ ലോഞ്ച് ചെയ്ത ടൈമിലും അത് ആരാ കണ്ടുപിടിച്ചോന്നും അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ കളിക്കുന്ന ഈ ഒരു ടെലഗ്രാം ബോട്ട് ഉണ്ടല്ലോ ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ, അത് റഷ്യ ബേസ്ഡ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. വേൾഡ് വൈഡ് ഇത്രയും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഗെയിം ഫ്രോഡ് ആണെന്നും പറയാൻ പറ്റത്തില്ല, അല്ലെന്നും പറയാൻ പറ്റത്തില്ല. സോ എന്തായാലും ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ലിസ്റ്റ് ചെയ്യുന്ന ജൂലൈ ആകുമ്പോഴേ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു എത്ര പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ഗെയിം കളിച്ചാൽ ഇത് ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അതിന്റെ ആൻസർ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ജൂലൈയിലാണ് ഈ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്യുന്നത്. ലിസ്റ്റിംഗ് കഴിഞ്ഞാലേ ഒരു കോയിന്റെ വാല്യൂ മാർക്കറ്റിൽ എത്രയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എത്രത്തോളം ഒരു പ്രോഫിറ്റ് പെർ അവർ ഉണ്ടോ അതിനനുസരിച്ചുള്ള ഒരു കോയിൻസ് ആയിരിക്കും അവർ നമ്മുടെ വാലറ്റിലേക്ക് തരുന്നത്. ആ ഒരു വാലറ്റിലുള്ള എമൗണ്ട് പിന്നീട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് വിഡ്രോ ചെയ്തെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ വാല്യൂ വളരെ കുറവായിരിക്കും. നല്ല രീതിയിൽ ഒരു $1 million+ പ്രോഫിറ്റ് പെർ അവർ ഒക്കെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്നായിരിക്കും പല ആളുകളും പറയുന്നത്.